ബട്ടർഫ്ലൈ ബീച്ച് ഗോവയിലത്തെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ബട്ടർഫ്ലൈ ബീച്ച്. ഒരുപാടധികം കാഴ്ചകൾ നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിച്ചു, പോകുന്ന വഴിയിൽ അയിലും ചോറും അവരുടെ എന്തോ തരം സാമ്പാർ അങ്ങനെ എന്തോ അത് കഴിച്ച് വയറ് നിറച്ച് വേറെ ഗതിയില്ലാണ്ട് നേരെ ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ പൊടി വാർന്ന സെറ്റപ്പാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയും കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ പൊടിയുടെ ഉള്ളിൽ വേണം പോകാൻ. ഇവിടെ ഒരു നല്ല പാർക്കിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പാർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂഴിമണലാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഇവിടുത്തെ ഈ സ്റ്റാളുകളിലത്തെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒരു ചായ കുടിക്കണമെങ്കിൽ നമ്മൾ 50 രൂപ കൊടുക്കണം. അതേപോലെയാണ് അവിടുത്തെ റേറ്റ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അധികം ശൃംഗരിക്കാൻ നിൽക്കാണ്ട് ഞാൻ നേരെ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോയി. അങ്ങനെ ചെന്നപ്പോൾ ആദ്യം കണ്ടത് ഈ ഡേഞ്ചർ എന്ന് പറഞ്ഞ ബോർഡാണ്. അത് കഴിഞ്ഞ് പിന്നെ മേപ്പോട്ട് നോക്കിയപ്പോഴാണ് ആ ഒരു പാറയും കണ്ട. അപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറയാണ് സെൽഫി ഒക്കെ എടുക്കാൻ പിള്ളേർ ഇതിൻ്റെ മുകളിൽ മണ്ടയ്ക്ക് കയറി നിന്ന് അതിൽ നിന്ന് തലയടിച്ച് താഴെ വീഴും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷം അവിടേക്ക് അവർ കയറ്റി വിടുന്നില്ല. നല്ല അടിപൊളി വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് സ്വിമ്മിങ്ങിനോ അല്ലെങ്കിൽ സൺബാത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. അതായത് ഇത് വളരെ ചെറിയൊരു ബീച്ചാണ്. അതിന് പുറമെ വളരെ ആഴം കൂടിയ ഒരു ബീച്ചും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വേലിയേറ്റം വേലിയിറക്കം ഇത് വളരെ വലിയ രീതിയിൽ ഇവിടെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനും കടലിൽ ഇറങ്ങി നീന്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ അലൗഡ് അല്ല. ഇവിടെ ആ കൂടിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബോട്ടിംഗ് ആണ്. അതായത് പെർ ഹെഡ് ഒരു 600 രൂപ വെച്ച് ഒരു വണ്ടിയിൽ വേണമെങ്കിൽ ഒരു 5, 6, 7 പേർക്ക് വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പേര് വരാൻ തന്നെ കാരണം ഇത് ബട്ടർഫ്ലൈയുടെ ആകൃതിയിലാണ് ഈ ഒരു ബീച്ച് കിടക്കുന്നത്. അതായത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡ്രോൺ വ്യൂ ഒക്കെ കാണണം. അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ബോറടിച്ചപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു ബോട്ടിംഗ് അയക്കാമെന്ന് വിചാരിച്ച് ഒരു ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറി. അപ്പോൾ ഞാൻ കയറുന്ന ടൈമിലാണ് കണ്ടത് ഈ ഫോറിനേഴ്സും നമ്മുടെ കൂടെയുണ്ട്. എങ്ങോട്ടാണ് എങ്ങനെയാണെന്ന് വലിയ പ്ലാനൊന്നുമില്ല. ചേട്ടന്മാർ പറഞ്ഞത് 2 മണിക്കൂറത്തെ റൈഡാണ്, അതിന് 600 രൂപ വരും. ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരാളൊന്ന് പറഞ്ഞ് 500 രൂപയിൽ പരിപാടി ഞാൻ ഒപ്പിച്ചു. അങ്ങനെ എൻ്റെ കൂടെ പിന്നെ വേറെ കുറച്ച് ഫാമിലീസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കയറി അങ്ങനെ വണ്ടി എടുക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു വെള്ളം കണ്ട ഗോൾഡ് നിറമാണ് ഇവിടുത്തെ മണൽത്തരിക്ക്, അത്രയും രസമാണ്. അതുപോലെ തന്നെ നീല നിറത്തിലുള്ള വെള്ളം, ക്രിസ്റ്റൽ ക്ലിയർ ഫിൽറ്റർ വാട്ടർ പോലെയാണ് ഇവിടുത്തെ കടൽ വെള്ളം. മറ്റു ബീച്ചുകളെ പോലെയല്ല, ഇവിടെ കുറച്ചും കൂടിയും ഭയങ്കര ഹൈജീനിക് ഫീൽ ചെയ്യും. കാര്യം ഇവിടുത്തെ ഈ കടൽ സൈഡ് ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ ഒക്കെ നല്ല പ്യൂരിഫൈഡ് ആണ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഉൾക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാം. മഡ്ഗോണിൽ നിന്ന് ഒരു 10-43 കിലോമീറ്റർ താണ്ടി ഏതാണ്ട് ഒരു 1.5 മണിക്കൂറും താണ്ടി നമ്മളിവിടെ എത്തി. കാണുന്ന കാഴ്ചകൾ അത് വർത്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഏകാന്തത ഫീൽ ചെയ്യുന്ന, നമ്മൾ ഇതേവരെ കാണാത്ത ഗോവയുടെ വേറൊരു തരത്തിലുള്ളൊരു ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതായത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഈ റോക്സ്, അതുപോലെ തന്നെ ഈ ഒരു ക്ലിയർ വാട്ടർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു മണൽപ്പരപ്പ് എന്ന് തുടങ്ങി ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേവരെ ഗോവയിൽ കാണാത്ത ഒരു പുതിയ തരം കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒപ്പം ഈ ബോട്ടിങ്ങും നമ്മളെ ഇവരിപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടുത്തെ ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ സമാന്തരമായിട്ട് നിൽക്കുന്ന വേറൊരു ബീച്ചുണ്ട്. അതിൻ്റെ പേരാണ് ഹണിമൂൺ ബീച്ച് അല്ലെങ്കിൽ കപ്പിൾ ബീച്ച് എന്നൊക്കെ വായിൽ കൊള്ളാത്ത ഓരോ പേരുകളൊക്കെയാണ് ഇവർ പറയുന്നത്. വായിൽ കൊള്ളാത്തതെന്നല്ല, ഇവർ ചുമ്മാ ഒരു പേരിട്ട് വിളിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോവയിൽ കൂടുതലും ഈ പുതുമോടികൾ, കല്യാണം കഴിഞ്ഞ് പുതുമോടികൾ ഹണിമൂൺ ആഘോഷിക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യിക്കാനും അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു പേരിട്ടാണ്. ഇതാണ് ടോട്ടോയ്സ് റോക്ക്, അതായത് ആമപ്പാറ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആമേരെ പരുവം, നമുക്ക് ആ തല അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ആമ വെള്ളത്തിൽ പൊങ്ങിയെടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ കക്കകളോ അങ്ങനെ എന്തോ കടൽ ജീവികൾ പറ്റി പിടിച്ച് വളരുന്നുണ്ട്. അതെന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. അങ്ങനെ നമ്മളിതിങ്ങനെ കണ്ട് സൈഡിലേക്ക് വരുമ്പോഴാണ് തോന്നുന്നത് ഇപ്പം ഇത് തിരണ്ടി റോക്കായിരുന്നു. അതായത് തിരണ്ടീരെ പോലെയാണ് നമുക്കിത് കാണുന്നത്. ഇപ്പോൾ ആ സൈഡിൽ നോക്കിയപ്പോൾ ഒരു പോയിന്റ്, ഇവിടെ നോക്കിയപ്പോൾ വേറെ പോയിന്റ്. അതായത് ഈ ടൂറിസ്റ്റുകളെ പറ്റിക്കാനും അവരെ എന്തെങ്കിലുമൊക്കെയാണെന്ന് പറഞ്ഞ് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ആ സായിപ്പും മദാമയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ തഗ്ഗുകൾ അടിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നീങ്ങി നേരെ ഇപ്പോൾ ആ ഒരു ബീച്ച്, അതായത് അനദർ ബീച്ചായ ആ ഹണിമൂൺ ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് റോക്സ് ഉണ്ട് ഇവിടെ, ഒരുപാട് കല്ലുകളുണ്ട്. ചെറിയൊരു തീരാണ്, അധികം സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ജസ്റ്റ് ആ ബീച്ചിൻ്റെ ഔട്ടറിൽ നിന്നും അധികം മനുഷ്യവാസം അല്ലെങ്കിൽ മനുഷ്യരൊന്നും ഇല്ലാത്ത വേറൊരു സ്പോട്ടാണിത്. ഇവിടെ നമ്മുടെ ബോട്ട് ഏതാണ്ട് ഒരു 1/2 മണിക്കൂറോളം ഇവിടെ ഹോൾഡ് ഉണ്ട്. 1 മണിക്കൂർ വേണമെങ്കിൽ കിട്ടും. അങ്ങനെ ഈ ചേട്ടൻ വണ്ടി അവിടേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് പാടുള്ള പണിയാണെന്ന് പോലും ഇവരിത് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് ഇവർക്കിതൊരു പാടായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ആദ്യം ചാടി ഇറങ്ങി, അതിൻ്റെ പുറകെ ഓരോരുത്തർ ചാടി ഇറങ്ങി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് കൂടുതലും ആൾക്കാർ സെൽഫി ഫോട്ടോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാനാണ് കൂടുതൽ ഇവിടെ ഇറങ്ങുന്നത്. ഇവിടുത്തെ ഏത് ഫ്രെയിമിൽ ക്യാമറ വെച്ചാലും ഭയങ്കര ലുക്കാണ്. കാര്യം വളരെ ശാന്തതയോടുകൂടി നിൽക്കുന്ന ഒരു കടലും അതിൻ്റെ ഇടയിൽ കുറേ പാറക്കല്ലുകളും അങ്ങനെ എന്താ പറയുക, നല്ലൊരു സിനിമാറ്റിക് വ്യൂ ആണ്. അതുപോലെ നമ്മളുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇവിടേക്ക് വന്നപ്പോൾ വെള്ളത്തിനൊക്കെ ഒരു പച്ച നിറം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ തീരത്തേക്ക് അടിച്ച് കയറുന്ന വെള്ളം എപ്പോഴും ക്ലിയറാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലെ കല്ലുകൾ, നല്ല ഡിസൈനിലുള്ള കല്ലുകളും പല കളറിലുള്ള കല്ലുകളൊക്കെ നമുക്ക് അവിടെ ഇവിടെ കയറ്റി കിടന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി ഇട്ടേക്കാണ്. നമുക്ക് പോകാൻ ടൈം ആകുമ്പോഴാണ് അവർ ഇങ്ങോട്ട് കരയ്ക്ക് എടുപ്പിക്കുള്ളൂ. അതുപോലെ തന്നെ കണ്ടതാണ് വേറൊരു ചേട്ടൻ ഇതുപോലെ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടി തീരത്തേക്ക് നീന്തി കിടക്കുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ ആ ഡേഞ്ചർ ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് പോകാൻ ടൈമായിപ്പോൾ ചേട്ടൻ വണ്ടി തിരിച്ച് കരയ്ക്കടിപ്പിക്കുകയാണ്. അങ്ങനെ കരയ്ക്കടിപ്പിച്ച് നമ്മൾ നേരെ വണ്ടിയിൽ കയറി വീണ്ടും പോവുകയാണ്. വീണ്ടും പോകുന്ന വഴിയിൽ ആ ചേട്ടൻ ഓരോ കല്ല് ചൂണ്ടിക്കാണിച്ച് ഇത് ആ കല്ലാണ്, മറ്റേ കല്ലാണ്, മറിച്ച കല്ലാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കല്ലിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കല്ല്, അവർക്ക് ഇത് പറയാൻ എന്തൊക്കെയൊക്കെയോ കല്ല്. ഇതൊരു ലേഡിയുടെ കാലും കഴിക്കാന്ന് കിടന്ന് പറയണ്ടായേ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇവിടെ ഈ കടലിനോട് പറ്റി പിടിച്ച് കിടക്കുന്ന ഈ ഒരു സംഭവം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. അങ്ങനെ ഈ ഒരു 500 രൂപയ്ക്ക് മുതലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നമ്മളിതേ ഇപ്പോൾ കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ കൂടുതൽ ബട്ടർഫ്ലൈ ബീച്ച് എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് ബട്ടർഫ്ലൈ ബീച്ചായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഒരുപാട് പാറകളൊക്കെ ഉള്ള ചെറിയൊരു എന്താ പറയുക ഉൾവലിഞ്ഞിട്ടുള്ള ഒരു ബീച്ച്, അധികം ആൾക്കാർ വരാത്തൊരു ബീച്ചെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. പോകുന്ന വഴിയിൽ ചെങ്കല്ല് മാത്രമാണ് ഇവിടെയൊക്കെ. ഇവിടെ വീട് പണിയാൻ വേറൊരു സാധനം അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.